السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 135 പേജാണ് ഇന്ന് നമുക്ക് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ ക്ലാസ് സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ, ക്ലാസ് കേൾക്കുന്നവർ, റഫർ ചെയ്യുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ, നമ്മൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, നമുക്ക് ഭക്ഷണം സ്നേഹിച്ചവർ, സഹായിച്ചവർ, എല്ലാവർക്കും അല്ലാഹു രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 135 പേജ് പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وهو الذي يتوفاكم بالليل ويعلم ما جرحتم بالنهار ثم يبعثكم فيه ليقضى أجل مسمى ثم إليه مرجعكم ثم ينبئكم بما كنتم تعملون وهو القاهر فوق عباده ويرسل عليكم حفظة حتى إذا جاء أحدكم الموت توفته رسلنا وهم لا يفرطون ثم ردوا إلى الله مولاهم الحق ألا له الحكم وهو أسرع الحاسبين قل من ينجيكم من ظلمات البر والبحر تدعونه تضرعا وخفية لئن أنجانا من هذه لنكونن من الشاكرين قل الله ينجيكم منها ومن كل كرب ثم أنتم تشركون قل هو القادر على أن يبعث عليكم عذابا من فوقكم أو من تحت أرجلكم أو يلبسكم شيعا ويذيق بعضكم بأس بعض انظر كيف نصرف الآيات لعلهم يفقهون وكذب به قومك وهو الحق قل لست عليكم بوكيل لكل نبأ مستقر وسوف تعلمون وإذا رأيت الذين يخوضون في آياتنا فأعرض عنهم حتى يخوضوا في حديث غيره وإما ينسينك الشيطان فلا تقعد بعد الذكرى مع القوم الظالمين صدق الله العلي العظيم. സൂറത്തുൽ അൻആമിലെ 60 മുതൽ 68 വരെയുള്ള 9 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. പരിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ ജുസ്ഇൽ 135 പേജ്. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ പേജിൽ അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത് അള്ളാഹുവിന്റെ അറിവിന്റെ വൈപുല്യത്തെക്കുറിച്ചാണ്. വളരെ വിശാലമായ അറിവാണ് അള്ളാഹുവിന്. എല്ലാ അദൃശ്യങ്ങളുടെയും താക്കോലുകൾ അള്ളാഹുവിന്റെ കയ്യിലാണ് എന്നും നമ്മൾ പറഞ്ഞു. ഈ ഭൂമിയിൽ നടക്കുന്ന ഏതൊരു നിസ്സാര കാര്യവും അത് എത്ര നിഗൂഢവും രഹസ്യവുമായിരുന്നാലും ശരി, അള്ളാഹു അത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി പറയാൻ പോകുന്നത്, രാത്രിയിൽ നിങ്ങൾക്ക് മരണസമാനമായ ഉറക്ക് നൽകിയതിനു ശേഷം ആയുസ് തീരുന്നത് വരെ ജീവിക്കാൻ വേണ്ടി വീണ്ടും നിങ്ങൾ ഉണർത്തി എഴുന്നേൽപ്പിക്കുന്നത് അള്ളാഹുവാണ് എന്നാണ്. അങ്ങനെ അവസാനം നിങ്ങൾക്ക് സാക്ഷാൽ മരണം നൽകുകയും അതിനുശേഷം വീണ്ടും എഴുന്നേൽപ്പിച്ച് മുമ്പ് ചെയ്തിരുന്ന കർമ്മങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 60-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وهو الذي يتوفاكم بالليل ويعلم ما جرحتم بالنهار ثم يبعثكم فيه ليقضى أجل مسمى
ثم إليه مرجعكم ثم ينبئكم بما كنتم تعملون وهو الله الذي ഒരുവനാണ് യതവഫാക്കും അല്ലാഹു എങ്ങനെയുള്ളവനാണ് യതവഫാക്കും അവൻ നിങ്ങളെ പൂർണ്ണമായി പിടിച്ചെടുക്കുന്നു ബില്ലൈലി രാത്രിയിൽ നിങ്ങളെ പൂർണ്ണമായി പിടിച്ചെടുക്കുന്നത് അവനാണ്. വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. വയഅലമു മാ ജറഹ്തും ബിന്നഹാർ പകലിൽ നിങ്ങൾ ചെയ്തത് അവൻ അറിയുകയും ചെയ്യുന്നു. ജറഹ എന്ന് പറഞ്ഞ പ്രവർത്തിച്ച് ചെയ്തു. അപ്പൊ മാ ജറഹ്തും നിങ്ങൾ ചെയ്തത് പകലിൽ നിങ്ങൾ ചെയ്തത് അവൻ അറിയുകയും ചെയ്യുന്നു. സുമ്മ പിന്നീട് യബ്അസുകും ഫീഹി അല്ലാഹു നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നു. എന്തിന്? ലിയുഖ്ള അജ്റും മുസമ്മ നിശ്ചിത അവധി പൂർത്തിയാക്കപ്പെടാനായി പകലിൽ നിങ്ങളെ അവൻ എഴുന്നേൽപ്പിക്കുന്നു. പകൽ നിങ്ങൾ ചെയ്തത് അവൻ അറിയുന്നു എന്ന് പറഞ്ഞില്ലേ? സുമ്മ യബ്അസുകും ഫീഹി പിന്നെ ആ പകലിൽ അവൻ നിങ്ങളെ ഉയർത്തി എഴുന്നേൽപ്പിക്കുന്നു, ഉണർന്ന് എഴുന്നേൽപ്പിക്കുന്നു. എന്തിന്? ലിയുഖ്ള പൂർത്തിയാക്കപ്പെടാൻ അജ്റും മുസമ്മ നിശ്ചിതമായ അവധി. നമ്മൾ ആയുസ് പൂർത്തിയാക്കാൻ വേണ്ടി കൊണ്ട് നമുക്ക് രാവിലെ ഉറക്കത്തിൽ നമ്മൾ എഴുന്നേൽപ്പിക്കുന്നു എന്നർത്ഥം. സുമ്മ അതിനുശേഷം പിന്നീട് ഇലൈഹി അവനിലേക്ക് തന്നെയാണ് മർജിഉക്കും നിങ്ങളുടെ മടക്കം. പറഞ്ഞാൽ പിന്നെ നമ്മൾ സാക്ഷാൽ മരണം ഏറ്റുവാങ്ങി അള്ളാഹുവിന്റെ അടുത്തേക്ക് മടങ്ങി ചെല്ലും. എന്നിട്ടോ സുമ്മ പിന്നീട് യുനബ്ബിഉക്കും അവൻ നിങ്ങളോട് പറഞ്ഞു തരും, നിങ്ങൾക്ക് അറിയിച്ചു തരും ബിമാ കുൻതും തഅലമൂൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്ന്. ഇങ്ങനെ അല്ലാഹു തആല ചെയ്യുന്നവനാണ് എന്നാണ് പറയുന്നത്. തവഫ വഹുവ അല്ലദീ യതവഫാകും ബില്ലൈൽ. തവഫ എന്ന വാക്കിന് പൂർത്തിയാക്കി എടുത്തു അല്ലെങ്കിൽ പൂർത്തിയാക്കി പിടിച്ചു, തീർത്തു വാങ്ങി എന്നൊക്കെയാണ്. മരണത്തിന് വഫാത്ത് എന്ന് പറയാറുണ്ടല്ലേ? മരിക്കുന്ന സമയത്ത് ദേഹത്തിൽ നിന്ന് അല്ലാഹു റൂഹിനെ പൂർണ്ണമായി പിടിച്ചെടുക്കുന്നത് കൊണ്ടാണ് അതിന് വഫാത്ത് എന്ന് പറയുന്നത്. ഒരാൾ മരിക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതകാലം പൂർത്തിയാക്കി എന്ന അർത്ഥത്തിൽ തുഫിയ എന്ന് പറയും. കർമ്മണി പ്രയോഗിക്കും. അള്ളാഹു അയാളുടെ കാലം പൂർത്തിയാക്കി എന്ന അർത്ഥത്തിൽ തവഫാഹു അള്ളാഹു എന്നും പറയും. അള്ളാഹു അയാളുടെ കാലം പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹു ആളെ ഇവിടുന്ന് കൊണ്ടുപോയി, ഇവിടെയുള്ള കാലം പൂർത്തിയാക്കി കൊടുത്തിട്ട് കൊണ്ടുപോയി. അപ്പൊ അതിന് മരണത്തിന് വഫാത്ത് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നമ്മൾ അള്ളാഹുവിനെ പൂർണ്ണമായി ഏറ്റെടുക്കുന്ന ഒരു സംഗതിയാണിത് എന്നതുകൊണ്ട്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരു പ്രത്യേക നിലക്ക് നമ്മുടെ റൂഹിനെ അല്ലാഹു തആല പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതിനും വഫാത്ത് എന്ന് പ്രയോഗിക്കും. അതനുസരിച്ചാണ് ഈ ആയത്തിൽ യതവഫാക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞത്. ആ യതവഫാക്കും എന്നതിന് നമ്മൾ ഉറക്കുക എന്ന അർത്ഥം കൊടുത്തത്. വഹുവല്ലദീ യതവഫാക്കും ബില്ലൈലി അവനാണ് രാത്രിയിൽ നിങ്ങൾ ഉറക്കുന്നത് എന്നാണ് ഉദ്ദേശം. അവനാണ് രാത്രിയിൽ നിങ്ങളെ പൂർണ്ണമായി പിടിച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾ രാത്രിയിൽ ഉറക്കുന്നത് അവനാണ്. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. ഉറങ്ങുന്ന സമയത്ത് അവന്റെ റൂഹ് അല്ലാഹു തആല കൊണ്ടുപോകുമെന്നാണ്. ഒരു മലക്കുണ്ടാവും, ആ മലക്ക് ആ റൂഹ് എടുക്കും. എന്നിട്ട് നേരം വെളുക്കുന്ന സമയത്ത് അവൻ എഴുന്നേൽക്കണമെന്നാണ് റബ്ബിന്റെ തീരുമാനമെങ്കിൽ അത് തിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അതോടെ അവനെ മരിപ്പിക്കുകയും ചെയ്യും. ഈ ആയത്തിൽ പറഞ്ഞത് ചെറിയ മരണത്തെക്കുറിച്ചാണ് എന്നർത്ഥം. അതായത് ഉറക്കം. രണ്ട് മരണമുണ്ട്, വലിയ മരണമുണ്ട്, ചെറിയ മരണമുണ്ട്. വലിയ മരണമാണ് സാക്ഷാൽ മരണം. ചെറിയ മരണം ഉറക്ക്. എന്നാൽ റൂഹിനെ എടുത്ത് നമുക്ക് തിരിച്ചു തരുന്നു. പിന്നീട് നേരം എടുക്കുന്ന സമയത്ത് പകലാവുമ്പോ അള്ളാഹു നിശ്ചയിച്ച ആയുസ് ജീവിച്ചു തീർക്കാൻ വേണ്ടി, പൂർത്തിയാക്കാൻ വേണ്ടി നമ്മളെ വീണ്ടും ഉണർത്തുന്നു. മരണതുല്യമായ ഉറക്കത്തിൽ നിന്ന് നമ്മളെ ഉണർത്തുന്നു. അതിനുശേഷം സുമ്മ ഇലൈഹി മർജിഉക്കും സുമ്മ യുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ. പിന്നെ സാക്ഷാൽ മരണത്തിന് ശേഷം ജീവിതകാലത്ത് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് റബ്ബിനെടുത്ത് ചെല്ലുമ്പോ നമ്മുടെ പുനർജന്മം വീണ്ടും നൽകി നമുക്കത് പറഞ്ഞു തരുന്നു, മനസ്സിലാക്കി തരുന്നു. വഹുവല്ലദീ യതവഫാകും ബില്ലൈൽ. അപ്പൊ ഇവിടെ മരിപ്പിക്കുമെന്ന് പറഞ്ഞത് ഉറക്കത്തിൽ റൂഹ് താൽക്കാലികമായി നമ്മൾ വേർപെട്ടു പോകുന്നതിനെ കുറിച്ചാണ്. സൂറത്ത് സുമറിലെ 42-ാമത്തെ ആയത്ത്. ആ ആയത്തിൽ അല്ലാഹു തആല ഈ വിഷയം പറയുന്നുണ്ട്. മരണത്തെയും ഉറക്കിനെയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ അള്ളാഹു വിശദീകരിക്കുന്ന ആയത്താണത്. ഏതാണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ.
فيمسك التي قضى عليها الموت ويرسل الأخرى إلى أجل مسمى إن في ذلك لآية لقوم يتفكرون. ആത്മാവുകളെ അവയുടെ മരണവേളയിൽ അല്ലാഹു തആല മുഴുവനായി ഏറ്റെടുക്കുന്നു. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത്തി മനാമിഹാ, മരണപ്പെടാത്തവയെ അവയുടെ ഉറക്കത്തിലും ഏറ്റെടുക്കുന്നു. അപ്പൊ ഉറക്കത്തിലും അല്ലാഹു തആല റൂഹ് ഏറ്റെടുക്കുന്നുണ്ട്. എന്നിട്ട് ഫൈംസുക്കുല്ലത്തി ഖള അലൈഹിൽ മൗത വയുർസിലു ഉഖ്റാ ഇലാ അജലിൻ മുസമ്മ, ഏത് ആത്മാവിനാണോ മരണം വിധിച്ചത് ആ ആത്മാവിനെ ഉറങ്ങിയ ആൾക്ക് പിന്നെ തിരിച്ചു കൊടുക്കില്ല, പിടിച്ചു വെക്കും. അതല്ല, ഇനിയും ജീവിക്കാൻ ആയുസ് ബാക്കിയുള്ളവർക്ക് തിരിച്ചയക്കുകയും ആ റൂഹിനെ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പൊ രണ്ട് സന്ദർഭങ്ങളിലും, ഉറങ്ങുന്ന സമയത്തും മരണപ്പെടുന്ന സമയത്തും, നമ്മുടെ ആത്മാവിനെ അല്ലാഹു തആല യതവഫ പിടിച്ചെടുക്കുന്നുണ്ട്. ഓരോ ഉറക്കിലും നമ്മൾ മരിച്ചു ജീവിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. ശരീരത്തിൽ നിന്നും ആത്മാവ് നഷ്ടപ്പെടുക, ഇതാണല്ലോ മരണം. മരണത്തോടുകൂടി ഒരു വ്യക്തിയുടെ ശരീരം ആത്മാവ് നഷ്ടപ്പെട്ട ജഡമായി മാറി. ഈ മരണമല്ലാതെയും നമ്മുടെ ശരീരത്തിന് ആത്മാവ് ഏർപ്പെടും. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തിലും സൂറത്ത് സുമറിലെ 42-ലും നമ്മൾ പറഞ്ഞത്. ചെറിയ മരണം, അതായത് ഉറക്കം. ഉറങ്ങുന്ന ആളുകൾ ശരിയായി മരിച്ചിട്ടില്ലെങ്കിലും ഏതാണ്ട് മരിച്ചവരുടെ തുല്യമായ അവസ്ഥയിൽ നിശ്ചലരായി ഈ ലോകവുമായുള്ള ബന്ധങ്ങൾ വിട്ടുപോകുന്നവരാണോ? കുറെ കഴിയുമ്പോൾ വീണ്ടും ഉണരുന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ വലിയ അത്ഭുതങ്ങളാണ്, അള്ളാഹുവിന്റെ വലിയ സംവിധാനങ്ങളാണ്. അതാണ് ആ ആയത്തിൽ പറഞ്ഞത്. മരണാനന്തര ശേഷമുള്ള ഉയർത്തിയെഴുന്നേൽപ്പ് അത് സത്യമാണ് എന്ന് വ്യക്തമാക്കുക കൂടി ചെയ്യുന്നുണ്ട് നമ്മൾ ഈ പഠിക്കുന്ന ആയത്ത്. ഉറക്കം ശരിക്കും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വഹുവല്ലദീ യതവഫാകും ബില്ലൈൽ, ഇത് അള്ളാഹു സംവിധാനിച്ച ഒരു അത്ഭുതമാണ്. ചിന്തിക്കുന്ന ആൾക്കാർക്ക് പാഠമുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന ആളുകൾ ഏകദേശം മരണപ്പെട്ടവനെ പോലെ ഒരു തരത്തിലുള്ള ബോധരഹിതനാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? അവന്റെ ജീവാത്മാവ് വേർപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉണർച്ചയിലുണ്ടായിരുന്ന ഏത് വസ്തുവാണ് ഇപ്പോൾ അവന് നഷ്ടപ്പെട്ടത്? ഉണരുന്നത് വരെ അത് എവിടെയായിരുന്നു? അത് വീണ്ടും തിരിച്ചു വരാൻ കാരണമെന്ത്? ആരാണത് വീണ്ടും തിരിച്ചു കൊടുത്തത്? ശ്വാസോച്ഛ്വാസം, അതേപോലെ മനഃപൂർവ്വമല്ലാത്ത പല ചലനങ്ങളും ഉറങ്ങുന്ന ആളുകളിൽ അവശേഷിക്കാൻ മാത്രം അവിടെ തങ്ങി നിൽക്കുന്ന ജീവന്റെ അംശം എന്താണ്? കണ്ണടച്ച് അല്പസമയത്തിനുള്ളിൽ അവന്റെ അറിവും ബോധവും ഒക്കെ പെട്ടെന്ന് നീങ്ങിപ്പോകുന്നത് എങ്ങനെയാണ്? ഉണരുന്ന അതേ നിമിഷം തന്നെ അതൊക്കെ തിരികെ കിട്ടുന്നത് എങ്ങനെയാണ്? അതുവരെ ആ ഒരു റൂഹ് അല്ലെങ്കിൽ ആ ഒരു ശക്തി അവിടെ പോയിട്ട് ഒളിച്ചിരുന്നത്. ഉറക്കത്തിനിടയിൽ തന്നെ അജ്ഞാതമായ ഏതൊക്കെയോ ലോകത്ത്, സ്വപ്ന ലോകത്ത് ഊഹിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും ആത്മാവിന് മാത്രമല്ല ശരീരത്തിന് തന്നെ സുഖവും വിഷമവും ഉണ്ടാവാറുണ്ട് സ്വപ്നലോകത്ത്. ചിലപ്പോൾ ആളുകൾ ഉറക്കത്തിനിടയിൽ സംസാരിക്കും, ചിലപ്പോൾ എഴുന്നേറ്റ് നടക്കും, മറ്റു പലതും ചെയ്യും. ഉണർന്നു കഴിഞ്ഞാൽ ഇതൊന്നും അറിയാത്ത പോലെ ചിലപ്പോൾ ഓർമ്മന ഉണ്ടാവുക പല ആളുകൾക്ക്. വലിയ അത്ഭുതമാണെന്നർത്ഥം. സമയമുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് പഠിക്കണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു സംവിധാനിച്ച അത്ഭുതങ്ങളാണ്. ആട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഉറക്കത്തിനും മരണം എന്ന് പറയും, ചെറിയ മരണം. അതുകൊണ്ടാണ് രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് ചൊല്ലാൻ പറഞ്ഞ ദിക്റുകളിൽ ആ വിഷയമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയിരുന്നു, നമ്മൾ ചൊല്ലാൻ പറഞ്ഞ ദിക്റുകളും അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി, അല്ലേ? എന്നെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അള്ളാഹുവിന്. ഒരു മരണം കഴിഞ്ഞ അവിടെ ഒരു ചെറിയ മരണം കഴിഞ്ഞു. അതുപോലെ മറ്റൊരു ദിക്ർ കൂടെ അതിന്റെ കൂടെ ചൊല്ലാനുണ്ട്. അൽഹംദുലില്ലാഹി അല്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദ്നനി ബിദിക്രി. വേറെയും റിവായത്ത് നടക്കുന്നുണ്ട്. ഇതിന്റെ അർത്ഥം വറദ്ദ അലയ്യ റൂഹി, അവിടെയും എന്റെ റൂഹിനെ തിരിച്ചു തന്ന അള്ളാഹുവിനാണ് സർവസ്തുതി എന്ന് പറയുന്നുണ്ട്. മരിക്കുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്തും റൂഹിനെ അള്ളാഹുവിനെ കൊണ്ടുപോകുന്ന തിരിച്ച് നമുക്ക് തരികയാണ് പിന്നീട് ചെയ്യുന്നത്, ആയുസ് ബാക്കിയുണ്ടെങ്കിൽ. വഹുവല്ലദീ യതവഫാകും ബില്ലൈൽ. അപ്പൊ ഇങ്ങനെ നമുക്ക് ദിവസവും സംഭവിക്കുന്ന ചെറിയ മരണം, ആ മരണത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ആലോചിക്കണം. നമുക്ക് അല്ലാഹു തആല അവസരങ്ങൾ പുതുക്കി തന്നുകൊണ്ടേയിരിക്കുകയാണ്. ചെറിയ മരണം അതാണ് സൂചിപ്പിക്കുന്നത്. വീണ്ടും നമുക്ക് അവസരം തരണം നന്നാവാൻ. ഇനി ഒരു വലിയ മരണം വരാനുണ്ട്. ഒരിക്കലും തിരിച്ചു വരാത്ത, റൂഹ് തിരിച്ചു തരാത്ത ഒരു മരണം വരാനുണ്ട്. അന്ന് നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് എന്നേക്കുമായി വേർപ്പെടാനുണ്ട്. ആ ഒരു രംഗം നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം, അതിനുവേണ്ടി ഒരുങ്ങണം. അതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട സന്ദേശം. അടുത്ത ആയത്തിലേക്ക് കടക്കാം. 61-ാമത്തെ ആയത്ത്. അള്ളാഹു അവന്റെ അടിമകളുടെ മേൽ പരമാധികാരിയാണ് എന്നാണ് ഈ പറയുന്നത്. ചോദ്യം ചെയ്യപ്പെടാനാകാത്ത അധികാരമാണ് അള്ളാഹുവിൻ്റെത്. അതൊരു പരമ യാഥാർത്ഥ്യം കൂടിയാണ്.
പ്രപഞ്ചം ഒന്നാകെ അവന്റെ ചൊൽപ്പടിയിലാണല്ലോ. പലയിടത്തും പരിശുദ്ധ ഖുർആൻ വിഷയം പറഞ്ഞിട്ടുണ്ട്. 61-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദി വയുർസിലു അലൈക്കും ഹഫളതൻ ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്ത് തവഫതു റസുലുനാ വഹും ലാ യുഫരിഖൂൻ. വഹുവ അല്ലാഹു തആല അൽ ഖാഹിറു, അവൻ പരമാധികാരമുള്ളവനാണ്, ഫൗഖ ഇബാദിഹി, അവന്റെ അടിമകളുടെ മേൽ. എന്നിട്ട് പറയുന്നത് ശ്രദ്ധേയമായ ചില കാര്യങ്ങളാണ്. വയുർസിലു അലൈക്കും ഹഫളതൻ, അല്ലാഹു അവൻ നിങ്ങളുടെ മേൽ നിയോഗിക്കുന്നു ഹഫളതൻ, സംരക്ഷകരെ, പാറാവുകാരെ. എന്നാൽ നിങ്ങളെ സംരക്ഷിക്കാൻ ചില ഹഫള മലക്കുകൾ അല്ലാഹു നിയോഗിക്കുന്നുണ്ട് നിങ്ങളോടൊപ്പം. അങ്ങനെ അങ്ങനെ ഇദാ ജാഅ അഹദകും, നിങ്ങൾക്കൊരാൾക്ക് വന്നാൽ, നിങ്ങളുടെ മരണമാസന്നമാകുന്നത് വരെ ഹഫളത്ത് നിങ്ങളുടെ കൂടെയുണ്ട്. അങ്ങനെ മരണം വന്നാൽ ഹത്താ ഇദാ ജാഅ അഹദകും, നിങ്ങൾ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ, മൽമൗത്ത്, മരണമാസന്നമായാൽ, തവഫത്ഹു, അവനെ മരിപ്പിക്കും, അവനെ പിടിക്കും, പരിപൂർണമായി പിടിക്കും. റസൂലുന, നമ്മുടെ ദൂതന്മാർ, എന്നാൽ അവന്റെ ആത്മാവിനെ പൂർണ്ണമായി പിടിക്കും, അവനെ മരിപ്പിക്കും. വഹും, ആ ദൂതന്മാർ, ലാ യുഫരിഖൂൻ, ഒരു വീഴ്ചയും വരുത്തുന്നതല്ല. അവരോട് പറഞ്ഞ കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തില്ല, അവരത് കൃത്യമായി നിർവഹിക്കും. വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി, അല്ലാഹു പരമാധികാരമുള്ളവനാണ്. വല്ലാത്ത അധികാരമാണ്, എന്തിനുമുള്ള അധികാരം. ആ അധികാരത്തെ മുഫസ്സിരീങ്ങൾ വളരെ വിശാലമായ തഫ്സീറിന്റെ കിതാബുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ചില ചെറിയ 1-2 ഉദാഹരണങ്ങൾ നമുക്കും പറയാം. ശരീരവും ആത്മാവും ഇത് രണ്ടും വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളുള്ള സംഗതികളാണ്. പക്ഷേ ഇത് രണ്ടിനെയും വ്യത്യസ്തമായ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിട്ട് കൂടെ അല്ലാഹു തആല അഭേദ്യമായ നിലയിൽ കൂട്ടിയിണക്കിയിരിക്കുന്നു. ഒന്നിന്റെ വളർച്ചയ്ക്ക് മറ്റേത് അത്യാവശ്യമാണ്. ഒന്നിന് പറ്റുന്നത് കേട് മറ്റതിന് ദോഷമാണ്. വല്ലാത്ത യോജിപ്പാണ്. വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ടെണ്ണത്തിന് വരെ അല്ലാഹു തആല കൂട്ടി യോജിപ്പിച്ചു. റബ്ബിന്റെ അധികാരമാണ്, റബ്ബിന് എന്തിനും കഴിയും. അതുപോലെ തന്നെയാണ് തീയും വെള്ളവും, രണ്ടും പരസ്പര വിരുദ്ധമാണ്, നമുക്കറിയാം. പക്ഷേ മനുഷ്യന്റെ ശരീര നിർമ്മാണത്തിൽ ഈ രണ്ടിനെയും അല്ലാഹു തആല കൂട്ടിച്ചേർത്തിട്ടുണ്ട്, വല്ലാത്ത ഇണക്കം കൊടുത്തിട്ടുണ്ട്. ഒന്നിന്റെ നിലനിൽപ്പിന് മറ്റേത് അത്യന്താപേക്ഷിതമാണ്. അള്ളാഹുവിന്റെ നിയന്ത്രണ ശക്തിയുടെ തെളിവാണിത്, പരമാധികാരത്തിന്റെ തെളിവാണ്. എന്ത് സംഗതികളും അള്ളാഹു പറഞ്ഞതനുസരിച്ച് നിൽക്കൂ. അള്ളാഹുവിന്റെ അധികാര പരിധിയിലാണെല്ലാം. സൂറിലെ തീയിനോട് തണുപ്പാവാൻ വേണ്ടി പറഞ്ഞത്, ഇബ്രാഹിം നബി അലൈഹി തീയിലേക്ക് എറിഞ്ഞപ്പോ ആ തീയിനോട് തണുപ്പാവാൻ വേണ്ടി പറഞ്ഞത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ പരമാധികാരം കൊണ്ടാണ് തണുപ്പായി മാറിയത്. ചെറിയ 2 ഉദാഹരണങ്ങൾ പറഞ്ഞു. വ്യത്യസ്ത സ്വഭാവങ്ങളിലുള്ള, വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള വസ്തുക്കളെപ്പോലും ഉറ്റമിത്രങ്ങളെപ്പോലെ കൂട്ടിയിണക്കി എല്ലാറ്റിനെയും താൻ പറഞ്ഞതനുസരിച്ച് അടക്കി ഭരിക്കുന്ന തമ്പുരാൻ. ആ തമ്പുരാനാണ് നമ്മുടെ റൂഹ് മരിക്കുന്ന സമയത്ത് അവസാനമായി തിരിച്ചു പിടിക്കുന്നത്. നമ്മുടെ ദൂതന്മാർ അവനെ പിടിക്കുമെന്ന് പറഞ്ഞാൽ മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ ആ റൂഹിനെ അസ്രായിൽ അലൈഹിസ്സലാം, മലക്കുൽ മൗത്ത്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹായികളും പിടിക്കുമെന്ന അർത്ഥത്തിലാണ്. അവർ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് ഒരു വീഴ്ചയും വരുത്തുകയില്ല. സത്യത്തിൽ യഥാർത്ഥത്തിൽ മരിപ്പിക്കുന്ന ആൾ ആരാണ്? അള്ളാഹു തന്നെയാണ്. അതാണ് സൂറത്ത് സുമർ 42 അള്ളാഹു തആല വ്യക്തമാക്കിയത്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ, അവനാണ് മരിക്കുന്ന സമയത്ത് ആ ശരീരങ്ങളെ, ആ റൂഹിനെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നത്. പക്ഷെ ഈ റൂഹ് പിടിക്കുക എന്ന കാര്യം പ്രത്യക്ഷത്തിൽ ചെയ്യാൻ വേണ്ടി ഒരു മലക്കുൽ മൗത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതാണ് സൂറത്തു സജദയിൽ 11-ാമത്തെ ആയത്തിൽ ഖുൽ യതവഫാകും മലക്കുൽ മൗത്ത് ലദീ യുക്ലിബുക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞത്. അപ്പോ തവഫത്തു റസൂലുനാ എന്ന് പറഞ്ഞ നമ്മുടെ ദൂതന്മാർ അവനെ മരിപ്പിക്കുമെന്ന് പറഞ്ഞാൽ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ട ഒരാൾ റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കും സംഘവും അത് നിർവഹിക്കുമെന്നർത്ഥം. യഥാർത്ഥത്തിൽ മരിപ്പിക്കുന്ന ആൾ അല്ലാഹു തന്നെയാണ്. അതിനെ ഏൽപ്പിച്ചു അസ്രായിൽ അലൈഹിസ്സലാം സംഘത്തെ. തവഫ എന്ന വാക്കിനർത്ഥം നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, പൂർണ്ണമായി എടുത്തു, പിടിച്ചു വാങ്ങി എന്നല്ലേ, സന്ദർഭത്തിനൊത്ത് പിന്നെ അതിന്റെ അർത്ഥങ്ങൾ വ്യത്യാസം വരാമെന്ന് നമ്മുടെ പറഞ്ഞു. ഇവിടെ മരണപ്പെടുത്തുക എന്നാണ്. തൊട്ട് മുമ്പ് കഴിഞ്ഞ 60-ാമത്തെ ആയത്തിൽ യതവഫ അല്ലെങ്കിൽ തവഫ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറഞ്ഞത് ഉറക്കുക എന്നർത്ഥം. നമ്മളോട് ഇഷ്ടമായ വിഷയം പറഞ്ഞു. തവഫത്തു റസൂലുനാ, നമ്മുടെ ദൂതന്മാർ അവന്റെ റൂഹ് പിടിച്ചെടുക്കും. ഈ മരണത്തിൽ എന്ന പോലെ തന്നെ ലോകത്ത് നടക്കുന്ന പല സംഗതികളിലും, പല കാര്യങ്ങളിലും അല്ലാഹു തആല മലക്കുകൾ ചില പ്രത്യേക ദൗത്യങ്ങൾ, ചില കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന കാര്യത്തിൽ
ഏൽപ്പിക്കപ്പെട്ട ഒരു പ്രത്യേക മലക്കുണ്ട് എന്ന് ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ആ മലക്കിനെ ഉദ്ദേശിച്ചാണ് അസ്രായിൽ അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞു വരുന്നത്. അസ്രായിൽ അലൈഹി ഇസ്ലാം ഈ ഒരു സംഘത്തിന്റെ നേതാവാണ്. അദ്ദേഹത്തിന് സഹായികളുണ്ട്, അല്ലാഹുവിന്റെ സഹായികളെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ വാക്യത്തിൽ റസൂലുന എന്ന് പ്രയോഗിക്കാൻ കാരണം, നമ്മുടെ ദൂതന്മാരെന്ന് പറയാൻ കാരണം അതാണ്. മഹാന്മാരെ മുഫസ്സിരീങ്ങളൊക്കെ അതിനെ പല നിലക്കും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈ കൂടെയുള്ള അനുയായികൾ, സഹായികൾ തൊണ്ടക്കുഴി വരെ റൂഹ് പിടിക്കുകയും അവിടെ നിന്ന് അങ്ങോട്ട് മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹി ഇസ്ലാം അവരുടെ നേതാവ് പിടിക്കുകയും ചെയ്യും എന്നൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിട്ടുണ്ട്. വേറെയും പല അഭിപ്രായങ്ങൾക്ക് സംബന്ധമായിട്ടുണ്ട്. അപ്പോ തവഫത്തു റസൂല എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൂതന്മാരായ മലക്കുകളുടെ സംഘം റൂഹ് പിടിക്കും. ആരുടെ നേതൃത്വത്തിൽ? അസ്രായിൽ അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ. അപ്പൊ നമ്മളെന്തായാലും മരിക്കേണ്ടി വരും എന്നർത്ഥം. അള്ളാഹു പരമാധികാരമുള്ളതാണ്, നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ജനിച്ചോ, അതാണ് മരണത്തിന്റെ കാരണം. ജനനമാണ് മരണത്തിന്റെ കാരണം. മരണത്തിന് വലിപ്പച്ചെറുപ്പമില്ല, ഒരു നോട്ടമില്ലല്ലോ. സമയമായാൽ എല്ലാവരും പോകേണ്ടി വരും. എല്ലാവരും അള്ളാഹുവിന്റെ അലംഘനീയമായ ആ വിധിക്ക് വിധേയരാവുന്നതാണ്. മരണത്തെ നമ്മൾ എല്ലാവരും രുചി നോക്കുന്നവരാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, സൂറത്ത് ആൽ ഇംറാൻ 185 അല്ലേ? ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുമെന്നാണ്. ഭദ്രമായി പടുത്തുയർത്തപ്പെട്ട കോട്ടക്കുള്ളിലാണെങ്കിൽ പോലും മരണം നിങ്ങളെ പിടികൂടുമെന്ന് അല്ലാഹു തആല സൂറത്തുൽ നിസായിൽ 78 പറഞ്ഞിട്ടുണ്ട്. നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. മരണത്തിന് സ്ഥലകാല നിർണയമില്ല. എവിടെ വെച്ച് മരിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ആ സമയമായാൽ ഒരടി, ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ നടക്കുകയുമില്ല. അതിനൊരുങ്ങിയിട്ടുണ്ടോ നമ്മൾ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ രംഗം നേരിടാൻ നമ്മൾ ഒരുക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിന്റെ സമയം അതിക്രമിച്ചില്ലേ? അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. നമ്മുടെ ആത്മത്തെ അള്ളാഹു നന്നാക്കി തരട്ടെ. റാഹത്തായി മരണപ്പെടാൻ തോപ്പിക്കുന്ന തരട്ടെ. നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുകയാണ്. 62. നമ്മളെ നേരത്തെ പറഞ്ഞതുപോലെ മരണപ്പെടുത്തിയ ശേഷം സാക്ഷാൽ യജമാനനായ ശരിയായ ഉടമസ്ഥനായ റബ്ബിന്റെ അടുത്തേക്ക് മടക്കപ്പെടും എന്നാണ് ഇനി പറയുന്നത്. സാക്ഷാൽ യജമാനൻ എന്നുള്ള ഇവിടെ പറയുന്നുണ്ട്. മൗലാഹുൽ ഹഖ്. ഈ ലോകത്ത് പല ആളുകളും പല അവകാശവാദങ്ങളും ഉന്നയിക്കുന്നവരുണ്ടാവാം. ഞാനാണ് രാജാവ്, ഞാനാണ് ഉടമസ്ഥൻ, ഞാനാണ് ജഡ്ജി, ഇതൊക്കെ പറയുന്ന ആളുകളുണ്ടാവാം. പക്ഷേ പരലോകത്ത് അതൊന്നും വിലപ്പോവില്ല. ഏത് വലിയവനും ചെറിയവനും അള്ളാഹുവിന്റെ തിരുസന്നിധിയിലേക്ക് ഹാജരാക്കപ്പെടും. പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും ഇത് വ്യക്തമായി ആവർത്തിച്ച വിഷയമാണ്. സൂറത്തുൽ വാഖിയ 50 സൂറത്തുൽ കഹ്ഫ് 40 ചില ഉദാഹരണങ്ങൾ മാത്രം. ആയത്തുകൾ പഠിക്കാം. 62 ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم ردوا إلى الله مولاهم الحق ألا له الحكم وهو أسرع الحاسبين. ثم പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ മരണപ്പെടുത്തിയതിനു ശേഷം റുദ്ദു അവർ മടക്കപ്പെടും ഇലല്ലാഹി അള്ളാഹുവിന്റെ അടുക്കിലേക്ക്. ആരാണ് അള്ളാഹു? അതായത് മൗലാഹും അവരുടെ യജമാനനായ അൽ ഹഖ്, ശരിയായ യഥാർത്ഥ യജമാനനായ അള്ളാഹുവിന്റെ അടുത്തേക്ക്, അവരുടെ യഥാർത്ഥ യജമാനനായ അള്ളാഹുവിലേക്ക് അവർ മടക്കപ്പെടും, അവർ തിരിച്ചേക്കപ്പെടും. അലാ നിങ്ങൾ അറിയണം, അലാ അറിയണേ, ലഹുൽ ഹുക്മു കാര്യം തീരുമാനിക്കാനുള്ള അധികാരം അന്ന് അവന് മാത്രമാണ്, എന്നും അവന് മാത്രമാണ്. ഇന്ന് ഇവിടെ ഈ ലോകത്ത് വേറെ ആരെങ്കിലൊക്കെ ആ അവകാശം പറഞ്ഞു വന്നേക്കാം. പക്ഷെ അന്ന് ഖിയാമത്ത് നാളിൽ അലാ ലഹുൽ ഹുക്മു കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം അവന് മാത്രമാണ്. വഹുവ അവൻ അസ്റഉൽ ഹാസിബീൻ വളരെ വേഗം കണക്ക് നോക്കുന്നവനാണ്, വിചാരണ വളരെ വേഗം പൂർത്തിയാക്കുന്നവനാണ് എന്ന ആശയം. ഈ സൂക്തത്തിൽ മൗല എന്നാണ് പ്രയോഗിച്ചത്, യജമാനൻ എന്നാണ് എന്താ. അതിനുശേഷം ഒന്നുകൂടെ അൽ ഹഖ് എന്നൊരു വിശേഷണം കൂടെ ചേർത്ത് പറഞ്ഞു. യഥാർത്ഥ യജമാനൻ റബ്ബ് മാത്രമാണ് എന്ന് സൂചന. ദുനിയാവിൽ തന്നെ, ഇവിടെ തന്നെ ഏതെങ്കിലും യജമാനന്റെ കൽപ്പന ധിക്കരിക്കാൻ ഏതെങ്കിലും പ്രജ തയ്യാറാകുമോ? ഇല്ലല്ലോ. പിന്നെ അല്ല ആഖിറം, അവിടെ ആരും ധൈര്യപ്പെടില്ല. അള്ളാഹു വളരെ പെട്ടെന്ന് വിചാരണ പൂർത്തിയാക്കുന്നതാണ്. വിചാരണ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കും, എളുപ്പം പൂർത്തിയാക്കും. നമ്മളത് ഒരുങ്ങിയിട്ടുണ്ടോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. വിചാരണയുണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ് മരണത്തിന് ശേഷം. അതിന് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ?
നമ്മൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മൾ ഉത്തരം കണ്ടുവച്ചിട്ടുണ്ടോ? ചോദ്യം ചോദിക്കുന്ന ഉറപ്പാണല്ലോ, ചോദ്യത്തിന് ഉത്തരം കണ്ടുവെക്കണ്ടേ? എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുമ്പോഴെങ്കിലും മിനിമം ആത്മവിചാരണ നടത്തണമെന്ന് നമ്മൾ പറയാറുണ്ട്. അത് ചെയ്യണം. അന്ന് ചെയ്ത തെറ്റുകൾക്ക് മനസ്സറിഞ്ഞ് മാപ്പ് ചോദിക്കണം, ഖേദിച്ചു മടങ്ങണം. നമ്മൾ ഓരോ ദിവസവും സ്വന്തം വിചാരണ ചെയ്യണം. അപ്പോഴാണ് നാളെ റബ്ബിനോട് വിചാരണ എളുപ്പമാവുന്നത്. നന്നായി ഒരുങ്ങണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വേണ്ടത് തന്നെയാണോ, വേണ്ടാത്തതാണോ, ഇതിനൊക്കെ എന്തിനു ചെയ്തു എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് മറുപടി ഉണ്ടോ, എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ മറുപടി ഉണ്ടോ, എന്തിനു പോസ്റ്റ് ചെയ്തു, എന്തിനു ഷെയർ ചെയ്തു, എന്തിനു ലൈക്ക് ചെയ്തു, ഇതൊക്കെ ചോദിച്ചാൽ മറുപടി ഉണ്ടോ എന്നൊക്കെ ആലോചിച്ച് മാത്രം ചെയ്താൽ മതി. സോഷ്യൽ മീഡിയ വളരെ നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. എല്ലാത്തിനും നമ്മൾ അക്കൗണ്ടബിൾ ആണ്, നമ്മൾ ഉത്തരവാദികളാണ്. ചോദ്യമുണ്ട്, വിചാരണ. അല്ലാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. നമ്മൾ അടുത്ത ആയത്തിലേക്ക് കിടക്കുന്ന 63, 64. പല ആളുകളിലും കാണുന്ന ഒരു ദൗർബല്യത്തെക്കുറിച്ചാണ് ഇനി അല്ലാഹു തആല പറയുന്നത്. എന്താണെന്നറിയോ? എന്തെങ്കിലും കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടാവുമ്പോൾ അള്ളാഹുവിനെ നല്ലോണം ഭയങ്കര നിസ്കാരം, സ്വലാത്തും, ദിക്റും, മജ്ലിസിനോട് പങ്കെടുക്കുന്നത് എല്ലാം ജോറായിരിക്കും. എന്തെങ്കിലും അതാണ് നീങ്ങി അനുഗ്രഹം കിട്ടിയാലോ എന്നെ പറയുക, അത് എൻ്റെ യോഗ്യത കൊണ്ട് കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞ് നന്ദികേട് കാണിക്കുകയും ചെയ്യും. ഇത് മനുഷ്യന്റെ ബുദ്ധിശൂന്യത, ധിക്കാര മനസ്സിൽ എത്രമാത്രമുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു തആല ചോദിക്കുന്നത് എന്താണെന്നറിയോ? കരയിലോ അതല്ല കടലിലോ ഒക്കെ വെച്ച് എന്തെങ്കിലും ആപത്ത് നേരിടുമ്പോൾ അതിന് രക്ഷപ്പെടാൻ നിങ്ങൾ മനസ്സ വാച അള്ളാഹുവിനോട് ശരിക്കും നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് രക്ഷപ്പെട്ടാലോ ആ ദ്വാർക്കുന്ന സമയത്ത് പറയും, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തിയാൽ ഞങ്ങൾ നിന്നോട് കൃതജ്ഞതയുള്ളവരായിരിക്കും, നന്ദിയുള്ളവരായിരിക്കും. എന്നിട്ട് രക്ഷപ്പെട്ടു കഴിഞ്ഞാലോ ആ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഉബൂദിയത്തിൽ, ഉലൂഹിയത്തിൽ വേറെ ആൾക്കാരെ പങ്കുചേർത്ത് ആരാധിക്കുകയും ചെയ്യും. എന്നാണ് അള്ളാഹ് സമന്മാരുണ്ടാക്കി ചുരുക്ക് ചെയ്യുന്നർത്ഥം. കുടുങ്ങുന്ന സമയത്ത് അള്ളാഹിനെ മനസ്സറിഞ്ഞ് വിളിക്കും, രക്ഷപ്പെടുത്തിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി ചെയ്യാമെന്ന് പറയും. എന്നിട്ട് രക്ഷപ്പെട്ടു കഴിഞ്ഞാലോ വീണ്ടും പഴയ ചുരുക്കും, പഴയ തെറ്റും, പഴയ കാര്യങ്ങളൊക്കെ ചെയ്യും. 63-ാമത്തെ ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ മൻ യുനജ്ജികും മിൻ ളുമാത്തിൽ ബർരി വൽ ബഹർ തദ്ഊനഹു തളർറുഅൻ വഖുഫിയ ലൈൻ അൻജാനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ. ഖുൽ, നബിയെ നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കും, മൻ ആരാണ് യുനജ്ജികും നിങ്ങൾ രക്ഷപ്പെടുത്തുക, മിൻ ളുമാത്തിൽ ബർരി കരയിലെ ഇരുട്ടുകളിൽ നിന്ന്, കരയിലെ ദുരന്തങ്ങളിൽ നിന്ന്, വൽ ബഹരി കടലിലെയും, കരയിലെയും കടലിലെയും ഇരുട്ടുകൾ എന്ന് പറഞ്ഞാൽ കരയിലെയും കടലിലെയും ദുരന്തങ്ങൾ വരുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടുത്തുന്ന ആരാണ് ആ ദുരന്തങ്ങളിൽ നിന്ന്? ആ സമയത്ത് തദ്ഊനഹു നിങ്ങൾ അവനെ വിളിക്കുന്നു, അവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, തളർറുഅൻ വളരെ ഭവ്യതയോടെ, വഖുഫിയതൻ രഹസ്യമായിട്ടൊക്കെ. അപ്പൊ രഹസ്യമായിട്ടും ഭവ്യതയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെടുത്തുന്നത് ആരാ? എന്താണ് നിങ്ങൾ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് പറയുന്നത്? ലൈൻ അൻജാന, ഞങ്ങളെ അവൻ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ, മിൻഹാദിഹി ഈ മുസീബത്തിൽ നിന്ന്, ഈ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ, ലനകൂനന്ന നിശ്ചയം ഞങ്ങളായി മാറാം, മിനശാകിരീൻ ശാകിരീങ്ങളിൽ നിശ്ചയം ഞങ്ങൾ നന്ദി ചെയ്യുന്നവരിൽ പെടാം എന്ന് നിങ്ങൾ പറയുന്ന ദുആ ചെയ്യുമ്പോ, ആ ദുആ ചെയ്യുന്ന സമയത്ത് ആ ആപത്തിൽ നിങ്ങൾ രക്ഷപ്പെടുത്തുന്നത് ആരാണെന്ന് നിങ്ങൾ അവർക്ക് വെച്ച് നോക്കൂ. അതിന് മറുപടിയും അല്ലാഹു തആല അടുത്ത ആയത്തിൽ പറയുന്നു. കാരണം ആരാണ് രക്ഷിക്കുന്നതെന്ന ചോദ്യത്തിന് അള്ളാഹുവാണ് എന്നൊരു മറുപടി അല്ലാതെ വേറൊരു മറുപടിയും പറയാനില്ല. അത് അവരും സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മറുപടി നിങ്ങൾ അങ്ങ് പ്രഖ്യാപിച്ചേക്കൂ എന്ന് അല്ലാഹു തആല പറയാൻ. അതാണ് 64-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുലില്ലാഹു യുനജ്ജീകും മിൻഹാ വമിൻ കുല്ലി കർബിൻ സുമ്മ അൻതും തുശ്രികൂൻ. ഖുൽ, നബിയെ താങ്കൾ പറഞ്ഞേക്കൂ, അല്ലാഹുവാണ് യുനജ്ജീകും നിങ്ങൾ രക്ഷിക്കുന്നത്, മിൻഹാ ആപത്തുകളിൽ നിന്ന്, അതിൽ നിന്ന് മാത്രമല്ല, വമിൻ കുല്ലി കർബിൻ എല്ലാ പ്രയാസഘട്ടങ്ങളിൽ നിങ്ങൾ രക്ഷിക്കുന്നത് അല്ലാഹുവാണ്. എന്നിട്ട് പിന്നെയും അന്തും നിങ്ങൾ തുശ്രികൂൻ ശിർക്ക് ചെയ്യുകയാണ്. നിങ്ങൾ വീണ്ടും അല്ലാഹുവിന് പങ്കാളികൾ ഉണ്ടാക്കുകയാണോ? അല്ലാഹുവാണ് നിങ്ങൾ രക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ കൃത്യമായ ബോധ്യമുണ്ടായിട്ടും പിന്നെയും നിങ്ങൾ ശിർക്ക് ചെയ്യുകയാണല്ലേ? ഈ വസ്തുത മനുഷ്യൻ പലപ്പോഴും മറക്കുകയാണ്.
ഗുരുതരമായ വിപത്തുകളിൽ നിന്ന് പലരെയും അള്ളാഹു രക്ഷപ്പെടുന്ന നമ്മൾ കാണാറുണ്ട്. രക്ഷപ്പെട്ടതിന് ശേഷം വീണ്ടും പഴയ പോലെ വൃത്തക്കേടിലേക്ക് തോന്നിവാസത്തിലേക്ക് പോകുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്. കൊലക്കയറിന് മുന്നിലെത്തിയ കുറ്റവാളികൾ രക്ഷപ്പെട്ടിട്ടില്ലേ? വിമാന ദുരന്തങ്ങളിൽ പോലും രക്ഷപ്പെടുന്ന ആളുകളില്ലേ? ചിന്തിക്കുന്ന ആളുകൾക്ക് പാടല്ലേ? എന്നിട്ട് അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ കൊണ്ട് പഴയ പോലെ തെറ്റുകൾ ചെയ്യും. ഇത് രക്ഷപ്പെടുത്തിയ ആൾ അള്ളാഹുവാണെന്ന് മനസ്സിലാക്കാതെ നന്ദി ജീവിക്കുക. ബോട്ടപകടങ്ങളിൽ, കപ്പലപകടങ്ങളിൽ, എന്തിനേറെ ഇപ്പൊ ഈ അടുത്ത് വന്നു പോയ ലോകത്തേകാമാൻ പിടികൂടിയ കൊറോണ, ഇതൊക്കെ രക്ഷപ്പെട്ട ആളുകളില്ലേ? രക്ഷപ്പെടുത്തിയ ആളെ സ്മരിക്കണം, നന്ദിയോട് ഓർക്കണം, അവൻ പറഞ്ഞു ജീവിക്കുകയും ചെയ്യണം. അതാണ് ഈ ആയത്തിന്റെ ആശയം. അടുത്ത ആയത്തിലേക്ക് കടക്കുന്ന 65-ാമത്തെ. ആപത്തിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് അള്ളാഹു തആല രക്ഷപ്പെടുത്തിയിട്ടും അതൊക്കെ മറന്ന് പഴയ മടി ധിക്കാരം തന്നെ, പഴയതുപോലെ ധിക്കാരം തന്നെ തുടരുന്ന നന്ദിയില്ലാത്ത മനുഷ്യരെ അള്ളാഹു തആല താക്കീത് ചെയ്യുകയാണ് അടുത്ത ആയത്തിൽ. നിരവധി ആപത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തി സഹായിച്ച അതേ അള്ളാഹുവിന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആപത്തുകൾ നൽകി നിങ്ങളെ പരീക്ഷിക്കാമല്ലോ. നിങ്ങളെന്താ ഓർക്കാത്തത്? ഒരിക്കൽ രക്ഷപ്പെട്ടെന്ന് വെച്ചാൽ പഴയ പോലെ തോന്നിവാസത്തിൽ ജീവിക്കാം, ശിർക്ക് ചെയ്യുക. അതുകൊണ്ട് അതേ അള്ളാഹുവിന് വീണ്ടും നിങ്ങൾ പരീക്ഷിച്ചുകൂടെ? മറ്റുള്ള ആപത്തുകൾ തന്നുകൂടെ? അത് പല രൂപത്തിലാകാം. അതിശൈത്യം, അത്യുഷ്ണം, മാറാവ്യാധികൾ, മഹാവ്യാധികൾ, പകർച്ചവ്യാധികൾ, ഇടിമിന്നൽ, കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, ഭൂകമ്പം, പൊട്ടിത്തെറി, ഇങ്ങനെ ആകാശത്ത് നിന്നോ ഭൂമിക്കടിയിൽ നിന്നോ ഉണ്ടായേക്കാവുന്ന പലതരം ശിക്ഷകൾ റബ്ബിന് നൽകാൻ കഴിയുമല്ലോ. അതല്ലെങ്കിൽ ഒരു ശിക്ഷ എന്നുള്ള നിലക്ക് നിങ്ങളെ തന്നെ പരസ്പരം ഭിന്നിപ്പിച്ച് ഏറ്റുമുട്ടി യുദ്ധമോ മറ്റൊക്കെ ഉണ്ടായി നിങ്ങളെ നശിപ്പിക്കാനും അല്ലാഹുവിന് കഴിയുമല്ലോ. ഇതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത, ആലോചിക്കാത്തത്? അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ദൃഷ്ടാന്തങ്ങളും തെളിവുകളും ഒക്കെ മേൽക്കുമേൽ കാണുമ്പോൾ ചിന്തിക്കണം. ആപത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ചിന്തിക്കണം. അള്ളാഹുവിനനുസരിക്കാൻ തയ്യാറാവണം. നന്ദിയുള്ളവരായി മാറണം. നിങ്ങൾ ധിക്കാരികളായി തുടരാൻ തന്നെയാണ് നിങ്ങൾ തീരുമാനമെങ്കിൽ അള്ളാഹുവിനത് പ്രശ്നമല്ല. പലതരം ശിക്ഷകൾക്ക് നിങ്ങൾ വിധേയരാകേണ്ടി വരും. ആയത്ത് നോക്കാം. 65. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവൽ ഖാദിറു അലാ അൻ യബ്അസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും ഔ മിൻ തഹ്തി അർജുലിക്കും ഔ യൽബിസകും ശിയഅ വയുദീഖ ബഅദകും ബഅസ ബഅദ് ഉൻദുർ കൈഫ നുസരിഫുൽ ആയാതി ലഅല്ലഹും യഫ്ഖഹൂൻ. ഖുൽ, നബിയെ തങ്ങൾ പറയണം, ഹുവ അല്ലാഹു, അവൻ അൽ ഖാദിറു, കഴിവുള്ളവനാണ്. എന്തിന്? അലാ അൻ യബ്അസ അലൈക്കും അദാബ, നിങ്ങളുടെ മേൽ ശിക്ഷ അയക്കാൻ, മിൻ ഫൗഖിക്കും, നിങ്ങളുടെ മുകളിൽ നിന്ന് ശിക്ഷ അയക്കാൻ അവന് കഴിയും. ഔ മിൻ തഹ്തി അർജുലിക്കും, നിങ്ങളുടെ കാലിന് കീഴിൽ നിന്ന്, അങ്ങനെ ഭൂമിക്കടിയിൽ നിന്ന് അർത്ഥം, നിങ്ങളുടെ കാൽ കീഴിൽ നിന്ന്. ഔ അല്ലെങ്കിൽ യൽബിസകും ശിയഅ, നിങ്ങളെ പല കക്ഷികളാക്കി ഭിന്നിപ്പിച്ച് ഇടകലർത്തിയിട്ട് വയുദീഖ ബഅദകും ബഅസ ബഅദിൻ, നിങ്ങളിൽ ചിലരെ മറ്റു ചിലരുടെ ആക്രമണത്തിന്റെ രുചി അനുഭവിപ്പിക്കാനും അവന് കഴിയും. എങ്ങനെ? ഔ യുൽബിസകും ശിയഅൻ, നിങ്ങളെ പല കക്ഷികളാക്കി ഭിന്നിപ്പിച്ച് ഇടകലർത്തും. ഷിയ എന്ന് പറഞ്ഞാൽ പാർട്ടികൾ, കക്ഷികൾ എന്നർത്ഥം. എന്നിട്ടോ വയുദീഖ ബഅദകും, നിങ്ങളിൽപ്പെട്ട ചിലരെ അവൻ രുചിപ്പിക്കും, ആസ്വദിപ്പിക്കും. എന്ത്? ബഅസ ബഅദിൻ, മറ്റു ചിലരുടെ ആക്രമണത്തിന്റെ രുചി. എന്നാൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഏറ്റുമുട്ടലുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങളെ തന്നെ പരസ്പരം പല കക്ഷികളാക്കി ഭിന്നിപ്പിച്ച് നിങ്ങൾ തന്നെ പരസ്പരം പോരടിക്കുന്ന ഒരവസ്ഥ വരെ കൊണ്ടെത്തിക്കാനും അല്ലാഹുവിന് കഴിയും. ഔ യൽബിസകും ശിയഅൻ വയുദീഖ ബഅദകും ബഅസ ബഅദ്, നിങ്ങളെ പല കക്ഷികളാക്കി ഭിന്നിപ്പിച്ച് ഇടകലർത്തുകയും എന്നിട്ട് നിങ്ങളിൽ ചിലരെ മറ്റു ചിലരുടെ ആക്രമണത്തിന്റെ രുചി അനുഭവിപ്പിക്കുകയും ചെയ്യാനും അവൻ കഴിവുള്ളവനാണ്. ഉൻദുർ, നബിയെ താങ്കൾ നോക്കൂ, കൈഫ, എങ്ങനെയൊക്കെയാണ് നുസരിഫുൽ ആയാത്തി, നമ്മൾ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുക്കുന്നത്, ലഅല്ലഹും യഫ്ഖഹൂൻ, അവര് മനസ്സിലാക്കാൻ വേണ്ടി എങ്ങനെയൊക്കെയാണ് നമ്മൾ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുക്കുന്നത് നോക്കൂ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യൻ ചിന്തിക്കണം ഈ വിഷയം. അള്ളാഹുവിന് എല്ലാറ്റിനും കഴിയുവാൻ പരമാധികാരിയാണ്. അദാബൻ മിൻ ഫൗഖിക്കും, മുകളിൽ നിന്നുള്ള ശിക്ഷ. ഇത് പല രൂപത്തിലാവാം. തകർപ്പൻ മഴ പെയ്യാം, വെള്ളപ്പൊക്കം സംഭവിക്കാം, അങ്ങനെ നാശമുണ്ടാവാം. അത്യുഷ്ണം മൂലം വരൾച്ചയും ക്ഷാമം ഉണ്ടാവാം, ഇടി, മിന്നൽ, മറ്റു ബോംബാക്രമങ്ങൾ, ഇതൊക്കെ ഉണ്ടാവാം. ഇതൊക്കെ ചില ഉദാഹരണങ്ങൾ. അതേപോലെ തന്നെ ഭരണാധികാരികളും നേതാക്കളും സ്വേച്ഛാധികളുമാകുന്ന ഒരവസ്ഥയില്
ക്രൂരവാഴ്ച മർദ്ദനങ്ങളൊക്കെ അവരുടെ ഭാഗത്തുണ്ടാവുക. ഇതും മുകളിൽ നിന്നുള്ള അക്രമമാണ്. താഴ്ഭാഗത്തു നിന്നുള്ള ശിക്ഷ അത് പല രൂപത്തിലാവാം. ഭൂകമ്പം, വെട്ടുകിളികൾ പോലെയുള്ള ജീവികൾ മൂലമുണ്ടാകുന്ന ആപത്തുകൾ, വിവിധ രോഗാണുക്കൾ ശരീരങ്ങൾ കടത്തിവിടുന്ന അസുഖങ്ങൾ, കൊതുക്, ഈച്ച മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, ഇതൊക്കെ അതിൽ പെടാം. അതേപോലെ മുങ്ങിക്കപ്പലുകൾ പോലെയുള്ള കപ്പലുകളിൽ നിന്ന് വിടുന്ന ടോർപിഡോ, മൈൻ, മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽപ്പെടാം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയെയും അസ്ഹാബുൽ ഫീലിനെയും മേൽഭാഗത്ത് നിന്ന് കല്ലെറിഞ്ഞിട്ട് ആണ് നശിപ്പിച്ചത്. ഫിർഔനിനെ വെള്ളത്തിൽ മുക്കിക്കൊണ്ടാണ് നശിപ്പിച്ചത്. ഇതൊക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. എന്തിനപ്പം അങ്ങോട്ടൊക്കെ പോകുന്നതല്ലേ? അടുത്ത കാലത്ത് ഈ ലോകത്തെ പിടിച്ചു കുലുക്കിയ കൊറോണ എന്ന ദുരന്തം, അതിലും വലിയ ഉദാഹരണം നമുക്ക് വേണ്ടല്ലോ. സർവ്വരാജ്യങ്ങളും നിശ്ചലമായി, തെരുവുകൾ ശൂന്യമായി, സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു, സാമ്പത്തിക സ്രോതസ്സുകൾ മരവിച്ചിട്ട് രാഷ്ട്രങ്ങളൊക്കെ സാമ്പത്തികമായി വലിയ പ്രയാസത്തിലായി, വലിയ പ്രത്യാഘാതങ്ങളുണ്ടായി, പട്ടിണിയുണ്ടായി, ദാരിദ്ര്യമുണ്ടായി, മരണങ്ങളുണ്ടായി. വലിയ പരീക്ഷണമാണ്. ഇതെല്ലാം നമ്മുടെ ചിന്തയെ ഉണർത്തണം. പാഠം പഠിക്കണം. നമ്മൾ അഹങ്കരിക്കുകയല്ല മനുഷ്യന് വേണ്ടത്. അള്ളാഹു പടച്ചവനാണ് മനുഷ്യൻ എന്ന സൃഷ്ടി. ആ അള്ളാഹു കൊടുത്തവൻ അവന് ബുദ്ധി, ശരീരശേഷി അവൻ കൊടുത്തതാണ്. അത് ഉപയോഗിച്ച് നേടിയ സമ്പത്തും അറിവും പുരോഗതിയും അഹങ്കരിക്കാനല്ല മനുഷ്യൻ ഉപയോഗിക്കേണ്ടത്. അതൊക്കെ എന്റെ മിടുക്ക് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്ന അഹങ്കാര മനസ്ഥിതിയല്ല മനുഷ്യൻ ഉണ്ടാവേണ്ടത്. അതാണ് അള്ളാഹു ഇവിടെ നമ്മൾ മനസ്സിലാക്കി തരുന്നത്. അള്ളാഹു പലയിടത്തും പറയുന്നുണ്ടത്. മനുഷ്യൻ എന്നോട് തർക്കിക്കുന്നവനാണ്, ഞാൻ അവനെ വളരെ നിസ്സാരമായ ഒരു സംഗതിയിൽ നിന്ന് പടച്ചു വിട്ടിട്ട് എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ട് എന്നിട്ട് എന്നോട് തർക്കിക്കാൻ വരിക. പലയിടത്തുമുണ്ട്. സൂറത്തുൽ നഹലിലുണ്ട്, യാസീനിലുണ്ട്. സൂറത്തുൽ നഹൽ 4-ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖലഖൽ ഇൻസാന മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. ഞാൻ വളരെ വളരെ നിസ്സാരമായ ഒരു തുള്ളി വെള്ളം അല്ലെങ്കിൽ ഒരു ബീജ കണത്തിൽ ഞാൻ അവനെ സൃഷ്ടിച്ചത്, എന്നിട്ട് അവൻ എന്നോട് തർക്കിക്കാൻ വരുന്നു, അഹങ്കാരം കാണിക്കുന്നു. യാസീനിലും അതുകൊണ്ട് നമ്മൾ ഓതുന്നു. യാസീന്റെ അവസാന ഭാഗം എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ ആരാണ് നെടുമ്പിപ്പോയ എല്ലുകളെ ജീവിപ്പിക്കുക? അതാണല്ലോ യാസീൻ പറയുന്നത്. നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുകയാണ്. 66-ാമത്തെ ആയത്ത്. സത്യം മനസ്സിലാക്കാൻ പല നിലക്കുള്ള തെളിവുകളും അള്ളാഹു തആല നൽകിയിട്ടുണ്ട്. എന്നിട്ടും പരിശുദ്ധ ഖുർആനിനെ അല്ലെങ്കിൽ ഖുർആൻ മൂലം നൽകിയ താക്കീദിനെ മക്കയിലെ മുശ്രിക്കുകൾ നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഇന്നും ആളുകൾ അങ്ങനെ തന്നെയാണ് നിഷേധികൾ ചെയ്യുന്നത്. ആ ഒരു കാര്യത്തിൽ നബിയെ താങ്കൾക്കൊരു പ്രശ്നവുമില്ല എന്ന് അള്ളാഹു തആല ഉണർത്തുകയാണ്. താങ്കൾ അവർ നിഷേധിക്കുന്നുണ്ടല്ലേ, താങ്കൾ കൊണ്ടുവന്ന ഖുർആൻ അവർ വ്യാജമാക്കുന്നുണ്ടല്ലേ? സാറില്ല, അത് അവര് നിങ്ങൾ എത്തിച്ചു കൊടുത്തല്ലോ. അവർ കാര്യം നോക്കാൻ നിങ്ങൾ എത്തിച്ചില്ലല്ലോ, അതുകൊണ്ട് അതിൽ സങ്കടപ്പെടേണ്ട, അത് വിഷയമാക്കുന്നുണ്ട്. നോക്കുവായത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വകദ്ദബ ബിഹി ഖൗമുക വഹുവൽ ഹഖ് ഖുൽ ലസ്തു അലൈക്കും ബിവകീൽ. വകദ്ദബ ബിഹി, ഈ ഖുർആൻ കൊണ്ട് നിഷേധിക്കുന്നുണ്ടല്ലേ ഖൗമുക, അങ്ങയുടെ സമുദായം ഈ ഖുർആൻ നിഷേധിച്ചു അല്ലേ? വഹുവൽ ഹഖ്, അത് വാസ്തവമായിരിക്കെ, വാസ്തവത്തിൽ സത്യം അതാണ്. വഹു, ആ ഖുർആനാണ് ഹഖ്, സത്യം എന്നിരിക്കെ അവർ നിഷേധിച്ചിട്ടുണ്ടല്ലേ? ഖുൽ നബിയെ നിങ്ങൾ പറഞ്ഞു നോക്കൂ അവരോട്, ലസ്തു അലൈക്കും ബിവകീൽ, നിങ്ങളെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളെന്നുള്ള ഞാൻ. ലസ്തു, ഞാനല്ല, അലൈക്കും നിങ്ങളുടെ മേൽ ബിവകീലൻ, നിങ്ങളെ വക്കീലല്ല, നിങ്ങളെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ എന്റെ ഉത്തരവാദിത്തമായ ദഅവത്ത് നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നുള്ള കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ആയത്തിലേക്ക് നോക്കാം. 67. അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതിന്റെ ഉത്തരവാദിത്തം മാത്രമേ എനിക്കുള്ളൂ എന്നാണ് തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞത്. ഞാൻ നിർവഹിക്കുന്നുണ്ട്. അതനുസരിച്ച ആള് രണ്ട് ലോകത്ത് രക്ഷപ്പെടും, അല്ലാത്തവർ പരാജയപ്പെടും. നിങ്ങളോട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമായി പുലരും. പറയാൻ വേണ്ടി പറയാം. അങ്ങനെ യാഥാർത്ഥ്യമായി പുലരുമ്പോ അത് നിങ്ങളുടെ ശിക്ഷയിൽ കലാശിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു അവസരം വരാനുണ്ട്. ആ അവസരത്തിൽ നിങ്ങൾ ഇപ്പൊ കണ്ണു തുറന്നില്ലെങ്കിൽ അപ്പൊ നിങ്ങൾ കണ്ണു തുറക്കേണ്ടി വരും. പക്ഷേ അപ്പൊ കണ്ണു തുറന്നുകൊണ്ട് പ്രത്യേകിച്ച് ഫായിദ ഉണ്ടാവുകയില്ല. 67-ാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലികുല്ലി നബഇൻ മുസ്തഖർ വസൗഫ തഅലമൂൻ. ലികുല്ലി നബഇൻ, എല്ലാ വൃത്താന്തവും, എല്ലാ ഓരോ വൃത്താന്തത്തിനുമുണ്ട്, എല്ലാ ഓരോ വൃത്താന്തത്തിനുമുണ്ട്, എല്ലാ ഓരോ കാര്യത്തിനുമുണ്ട് മുസ്തഖറുൻ, അത് സാക്ഷാത്കൃതമാകുന്ന ഒരു ഘട്ടമുണ്ട്. ഞാനിതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ, ആ കാര്യങ്ങളൊക്കെ ഓരോന്നും സംഭവിക്കുന്ന ഒരു ഘട്ടം വരാനുണ്ട്. വസൗഫ തഅലമൂൻ, അത് നിങ്ങൾ പിന്നീട് മനസ്സിലാക്കുന്നതാണ്, വഴിയെ നിങ്ങളത് അറിയും. ലികുല്ലി നബഇൻ മുസ്തഖറുൻ, ഓരോ വാർത്തക്കുമുണ്ട് അത് സംഭവിക്കുന്ന സമയം.
നബ് എന്ന് പറഞ്ഞാൽ കാര്യപ്പെട്ടൊരു വാർത്തക്കാണ് നബ് എന്ന് പറയുന്നത്. കാര്യമാത്ര പ്രസക്തമായ ഒരു സംസാരം, ഒരു വിവരം, ഒരു വർത്തമാനം, ഒരു വൃത്താന്തം. നബിയ് എന്ന പദം നബയിൽ നിന്ന് പോന്നതാണ് എന്നാണ്. കാരണം നബിയ് പ്രവാചകൻ അള്ളാഹുവിൽ നിന്ന് കാര്യമാത്ര പ്രസക്തമായ വൃത്താന്തങ്ങളുമായി ജനങ്ങളിലേക്ക് വരുന്ന ആളാണ്. അപ്പൊ നബയിൽ നിന്നുകൊണ്ടാണ് നബിയ് എന്ന് പറയപ്പെടാറുണ്ട്. ലിക്കുല്ലി നബഇൻ മുസ്തഖർ. മുസ്തഖർ എന്ന് പറഞ്ഞാൽ വഖ്തുൽ ഇസ്തിഖറാർ, ആ സംഭവം നടക്കുന്ന ഒരു സമയം. ഓരോ വാർത്തക്കും അത് സംഭവിക്കുന്ന സമയമുണ്ട്, സുനിശ്ചിതമായ കാര്യമാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളും തീരുമാനങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ നമ്മൾ ഈ പറഞ്ഞ നബ് എന്ന വാക്യത്തിലുണ്ട്, അത് ഉൾക്കൊള്ളുന്നുണ്ട്. അതെല്ലാം നിശ്ചിത സമയത്ത് സംഭവിക്കും. ഈ നഗ്നമായ സാക്ഷാത്കാരം പിന്നീട് നിങ്ങൾക്ക് അറിയാൻ കഴിയും. പക്ഷെ അപ്പ കേൾച്ചത് കൊണ്ടോ അപ്പോ വിരൽ കടിച്ചത് കൊണ്ടോ കാര്യമില്ലല്ലോ. 68-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധ ഖുർആനിനെ വിമർശിക്കുന്ന പല ആളുകളെയും ഇന്നു കാണാം, പണ്ടുണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാവാൻ പോകുന്നു. ആ വിമർശകർക്ക് അല്ലെങ്കിൽ ആ വിമർശനങ്ങൾക്ക് വ്യത്യസ്ത രൂപങ്ങളുണ്ടാവാം, വ്യത്യസ്ത ശൈലികളുണ്ടാവാം. ഏത് രൂപത്തിലുള്ള വിമർശനമാണെങ്കിലും ആ പണി ചെയ്യുന്ന ആളുകളുടെ കൂടെ കൂടരുത് എന്നാണ് ഈ പറയുന്നത്. അവരോടൊപ്പം ഇരിക്കരുത്. അഥവാ അവരുള്ള ആ സദസ്സിൽ എത്തിപ്പെട്ടാൽ ഉടൻ അവിടുന്ന് പോരണം. അതായത് അത്തരം പരിഹാസങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ നടക്കുന്ന സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോരണം. ഇനി അവർ ആ സംസാരം നിർത്തി മറ്റു വല്ല സംസാരം പ്രവേശിക്കുകയാണ് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം കൂടുന്ന കുഴപ്പമില്ല. ഇത്തരം പരിഹാസങ്ങളിൽ നിങ്ങൾ കൂടെ കൂടരുത്. ഇനി മറന്നിട്ട് അവിടെ ഇരുന്ന് നോക്കാം, ഓർമ്മ വന്ന ഉടനെ എഴുന്നേറ്റ് വന്നു. ആയത്ത് നോക്കാം. 68-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا رأيت الذين يخوضون في آياتنا فأعرض عنهم حتى يخوضوا في حديث غيره وإما ينسينك الشيطان فلا تقعد بعد الذكرى مع القوم الظالمين. وإذا رأيت നബിയെ അങ്ങ് കണ്ടാൽ, الذين അവർ വിഭാഗം ആളുകളെ കണ്ടാൽ, യഹൂദൂന അവർ വ്യാപൃതരാണ്, ഫീ ആയാത്തിന നമ്മുടെ ആയാത്തുകളെ പരിഹസിക്കുന്ന വിഷയത്തിൽ വ്യാപൃതരായി കണ്ടാൽ, യഹൂദൂന ഫീ ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നമ്മുടെ വാക്യങ്ങളെ പരിഹസിക്കുന്ന അതിൽ വ്യാപൃതരായ ആളുകളെ നിങ്ങൾ കണ്ടാൽ, ഫഅരിദ് നിങ്ങൾ അവരിൽ നിന്നും പിരിഞ്ഞു പോരണം. നിങ്ങൾ അവർ തൊട്ട് അവിടുന്ന് തിരിഞ്ഞു പോരണം. ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരിഹി അതല്ലാതെ മറ്റൊരു വിഷയത്തിൽ അവർ പ്രവേശിക്കുന്നത് വരെ, ഹത്താ യഖൂദു അവർ പ്രവേശിക്കുന്നത് വരെ, ഫീ ഹദീസിൻ ഗൈരിഹി ഇതല്ലാതെ മറ്റൊരു സംസാരത്തിൽ, അതുവരെ നിങ്ങൾ അവിടെ ഇരിക്കാൻ പറയണം, തിരിഞ്ഞു പോരണം. ഇനി വഇമ്മാ യുൻസിയന്നക ശൈത്താനു ഇനി പിശാച് നിങ്ങളെ മറപ്പിക്കുകയാണെങ്കിൽ, പിശാച് നിങ്ങളെ മറപ്പിച്ചിട്ട് ആ മറവി മൂലം നിങ്ങൾ ആ സദസ്സിൽ പോയി ഇരുന്നാൽ, ഫലാ തഖുദ് നിങ്ങൾ അവിടെ ഇരിക്കരുത്. ബഅദ ദിക്റ ഓർമ്മ വന്നതിന് ശേഷം നിങ്ങൾ അവിടെ ഇരിക്കരുത്. ഫലാ തഖുദ് ബഅദ ദിക്റ മഅൽ ഖൗമിൽ ളാലിമീൻ ആ അക്രമകാരികളായ ളാലിമീങ്ങളായ ഖൗമിന്റെ കൂടെ നിങ്ങൾ ഓർമ്മ വന്നതിന് ശേഷം ഇരുന്നു പോകരുത്. അതിനർത്ഥം മനസ്സിലായല്ലേ? ഖൗല് എന്ന് പറഞ്ഞാൽ വെറുതെ ഇത്തരം കാര്യങ്ങൾ പ്രവേശിച്ചിട്ട് ഇങ്ങനെ പരീക്ഷിച്ചിട്ട് കഴിയുന്നുണ്ട്. അതാണ് യഖൂലൂന ഫീ ആയാതിന. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ളാലിമീങ്ങളാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്, അക്രമകാരികളാണ്. നമ്മൾ ഓരോരുത്തർക്കും ബാധകമാണ് ഈ കൽപ്പന. ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ ഖുർആൻ അടക്കമുള്ള അള്ളാഹുവിന്റെ ഏത് ദൃഷ്ടാന്തങ്ങളെയും നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ദുർവ്യാഖ്യാനം ചെയ്യുകയോ ചെയ്യുന്ന ആരുടെ കൂടെയും കൂടാനോ ഇരിക്കാനോ സാധിക്കാനോ പാടില്ല. അത്തരം വിഷയങ്ങൾ ഏർപ്പെടുന്ന ആളുകൾ നമ്മൾ ശ്രദ്ധിക്കരുത്. അവരോടൊപ്പം ഇരുന്നോ മറ്റോ നമ്മൾ സമ്പർക്കം പുലർത്തരുത്. അത് ഒരു നിരക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണല്ലോ. അവരുടെ ആശയങ്ങളോട് യോജിപ്പില്ലെങ്കിൽ കൂടെ ആ സാന്നിധ്യം തന്നെ ഇത്തരം ആളുകൾ മുതലെടുത്തേക്കാം. അവരാളുകൾക്കിടയിൽ പറഞ്ഞു വരുത്തും, കണ്ടോ ഞങ്ങൾ പറയുന്നത് ശരിയാണ്, അതുകൊണ്ടല്ലേ ഇന്ന ആളുകളൊക്കെ ഞങ്ങളെ വേദിയിൽ ഞങ്ങളുടെ കൂടെ പങ്കെടുത്തത്. അങ്ങനെ ആളുകൾക്കെല്ലാം ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കും അവർ. ഇനി അഥവാ മറന്ന് അവരുടെ കൂട്ടത്തിൽ അബദ്ധത്തിൽ ഇരുന്നു പോയാൽ ഓർമ്മ വന്നാൽ അവിടെ എഴുന്നേറ്റ് പോകണം. മറവി മനുഷ്യ സഹജമാണല്ലോ. മറന്നു ചെയ്തു പോകുന്ന തെറ്റുകളിൽ മനുഷ്യൻ കുറ്റക്കാരനല്ല എങ്കിലും അത് കാരണം പലപ്പോഴും പല ദോഷങ്ങളും ഉണ്ടാവാം. അതുകൊണ്ടാണ് മറവികളിൽ പൈശാചികമായ ചില പ്രേരണ കൂടി ഉണ്ടായിരിക്കും എന്ന് അല്ലാഹു തആല പറയുന്നത്. വൈമാ യുൻസിയന്നക ശൈത്താൻ ശൈത്താൻ നിങ്ങളെ മറപ്പിച്ചാൽ എന്ന് പറയുന്നത് കൊണ്ടാണ്.
മറവി ഒരു തെറ്റല്ല, മറന്നു ചെയ്തത് കൊണ്ട് അതിന് കുറ്റകരമല്ല. പക്ഷേ അങ്ങനെ മറന്ന് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റൊരു ദോഷങ്ങൾ അതുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ മറന്നെങ്ങാനും നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോരണം. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ആയതാണ്. നമ്മുടെ ദുന്യാവും ആഖിറവും നഷ്ടത്തിലാക്കുന്ന ഏർപ്പാടാണ് ഈ പണി. ഇതും ഇതുപോലെയുള്ള ഏത് അനാവശ്യ സംസാരങ്ങളും ഏത് അനാവശ്യ സദസ്സുകളും നമ്മളതിൽ ഇടപെടണ്ട. ഇന്നിപ്പോ വെർച്വൽ സദസ്സുകളാണ് പലതും, സോഷ്യൽ മീഡിയ ആണ്. ഇന്നത്തെ കാലത്ത് സാർവത്രികമാണ്. ദീനിനെയും ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ദിക്കുന്ന പരിഹസിക്കുന്ന വേദികൾ എഴുത്തിലുണ്ട്, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലുണ്ട്, ചലച്ചിത്രങ്ങളിലുണ്ട്, സോഷ്യൽ മീഡിയകൾ എമ്പാടുമുണ്ട്. അത്തരക്കാരോടൊപ്പം കൂടി അവർക്ക് പ്രോത്സാഹനമാകുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാവാൻ പാടില്ല. ഒരു നിലക്കും അത് പാടില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ആ കാര്യം ഗൗരവത്തോടെ ശ്രദ്ധിക്കാൻ അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഇത്രയുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും പഠിച്ചതും സ്വാലിഹായ അമലായിരിക്കണം. അല്ലാഹ് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണം തമ്പുരാനെ. നിന്റെ ദീനിനെ നിന്റെ ഇൽമിനെ പരിശുദ്ധ ഖുർആൻ ഒരുപാട് കാലം ഇഖ്ലാസോടുകൂടി പഠിക്കുക തമ്പുരാനെ. ഇതെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കണം. ആഖിറത്തിൽ നിങ്ങൾക്ക് തമ്പുരാനെ. ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാർ വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും പുറത്തു കൊടുക്കണം. ഞങ്ങളെ ഞങ്ങളുടെ ആത്മഹത്യ നന്നാക്കണം. എല്ലാ ആപത്തും മുസ്ലിമത്ത് രോഗങ്ങളും കാക്കണം തമ്പുരാനെ. രോഗികളുടെ ശിപ്പ് നൽകണം തമ്പുരാൻ. ദുആവൻ വസിയത്ത് ഇവർക്ക് നിർദ്ദേശം നിറവേറ്റി കൊടുക്കണം. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من معصوما. اللهم اغفر للمؤمنين والمؤمنات والمسلمات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. دعاءنا سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.